നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ളതും ആശ്ചര്യകരമായിട്ടുള്ള ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. അതിൽ ഒന്നായിട്ടാണ് നമ്മൾ ഈ ഗ്രഹണത്തിനെ അതിൽ കണക്കാക്കുന്നത്. ഗ്രഹണം ഗണിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഗ്രഹഗണിതം മുതൽ അർദ്ധാദായം വരെയുള്ള ഗണിത സമ്പ്രദായത്തിൽ പെട്ടതാണ്. പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളിലൊന്നായി ഇതിൽ ഉണ്ട്. ഈ സൗരകേന്ദ്ര സിദ്ധാന്തങ്ങളും അതുപോലെ ഈ ക്ലൈപ്പർ നിയമങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ചില സമ്പ്രദായങ്ങളിൽ കൂടെ മഹത്തായിട്ടുള്ള പല കൃതികളിലും അത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ഗ്രഹങ്ങളെക്കുറിച്ച് BC 2-3 നൂറ്റാണ്ടുകളിലെ ഈ വരാഹമിഹിരൻ്റെ പഞ്ചസിദ്ധാന്തിക, അതുപോലെ തന്നെ AD 5-ാം നൂറ്റാണ്ടിലൊക്കെ ആര്യഭട്ടൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ആര്യഭട്ടീയം, അതുപോലെ തന്നെ 14 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ അത്ഭുതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനും അതെല്ലാം എഴുതപ്പെട്ട് അല്ലെങ്കിൽ വളരെ എന്താ പറയുക പുസ്തകങ്ങളിലേക്ക് എഴുതപ്പെട്ട് വയ്ക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഗ്രഹചലനങ്ങൾ, ഗ്രഹഭ്രമണം, അതുപോലെ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രഹണങ്ങൾ, ദൂരം, കാലം, ഇതൊക്കെ അതിൽ സൂചിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെയധികം അത്ഭുതാവഹമാണ്. ഈ ഗ്രഹണത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഗ്രഹണം എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ ഒരു വിശകലനങ്ങൾ എന്താണ്, അതുപോലെ ഗ്രഹണം ആർക്കൊക്കെ, ഇപ്പോൾ സൂര്യനും ചന്ദ്രനും മാത്രമല്ല ബുധനും ശുക്രനും ഒക്കെ ഗ്രഹണമുണ്ട്. അപ്പോൾ ശുക്രസംതരണം പോലെയൊക്കെ നമ്മൾ പഞ്ചാംഗങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രഹണം എന്ന് മുതലാണ് ഇതൊക്കെ അടയാളപ്പെടുത്തി തുടങ്ങിയത്, അതിൻ്റെ ചരിത്രം എന്താണ്, അവസാനത്തെ ഗ്രഹണം എന്നായിരുന്നു, അതുപോലെ ഗ്രഹണങ്ങൾ എത്ര നേരം നമുക്ക് നിലനിൽക്കും, ഈ രാഹുഗ്രസ്തമായിട്ട് അല്ലെങ്കിൽ കേതുഗ്രസ്തമായിട്ട് നമ്മൾ ഗ്രഹണത്തിന് പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ്, എല്ലാ മാസത്തിലും ഗ്രഹങ്ങൾ എന്തുകൊണ്ട് ഈ ഗ്രഹണം ഉണ്ടാകുന്നില്ല, ഇപ്പോൾ സൂര്യനേക്കാൾ വളരെ വളരെ ചെറുതായിട്ടുള്ള ചന്ദ്രൻ എങ്ങനെ സൂര്യനെ അത് മറയ്ക്കുന്നു അല്ലേ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഗ്രഹണത്തിനെ സംബന്ധിച്ച് പല രാജ്യങ്ങളിലും നിലനിന്നിരുന്ന വിശ്വാസങ്ങൾ, അതും പല രാജ്യങ്ങളിലും നിലനിന്നിരുന്ന വിശ്വാസങ്ങളൊക്കെ എന്തായിരുന്നു, ഈ ഗ്രഹണം മനുഷ്യരാശിനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത്, ഈ ഗ്രഹണത്തിന് പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്, ഈ ഗ്രഹണത്തിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനം എങ്ങനെയൊക്കെ നിർവചിക്കാം, അതുപോലെ തന്നെ ഗ്രഹണ സമയത്ത് പുറത്തിറങ്ങരുത്, ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്. അങ്ങനെ ഈ ഗ്രഹണ സമയത്ത് നമുക്കറിയാം ക്ഷേത്രങ്ങളിലും മറ്റും നട അടച്ചിടുന്നു, നമ്മൾ പേപ്പറിൽ വായിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും സാധാരണക്കാരന് പോലും അത് ശ്രദ്ധയിൽപ്പെടാവുന്ന ഒരു വിഷയമായിട്ടാണ് ഇന്ന് അത് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് നട അടച്ചിടുന്നു, അങ്ങനെ ഒരുപാട് സംശയങ്ങൾക്കുള്ള അല്ലെങ്കിൽ മറുപടികൾ കിട്ടുന്നതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ നമുക്ക് ശ്രമിക്കുകയാണ്. പൊതുവായിട്ടുള്ള ഒരു സൂര്യൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഗ്രഹണം എന്ന് പറഞ്ഞാൽ അത് ഒറ്റയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ ഇതിനെ കോർത്തിണക്കിക്കൊണ്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഗ്രഹനിലയിൽ നമുക്ക് അടിയിൽ കാണുന്ന ഒരു ഗ്രഹനിലയിൽ കാണുന്ന ഒരു നോക്കി കണ്ടാൽ അത് ശരിയാവില്ല. അത് നമുക്ക് മുകളിലേക്ക് നോക്കി മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ഒരു ഗ്ലോബ് നമുക്ക് അടുത്ത് വെച്ച് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ചെറിയ രീതിയിൽ ഞാനൊന്ന് ഇതിൽ ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രം. നമ്മൾ സാധാരണ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് നമ്മൾ പറയും സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ നിശ്ചിതവും കൃത്യമായിട്ടുള്ള ചുറ്റിസഞ്ചാരം, അല്ല സൂര്യന് ചുറ്റും കൃത്യമായിട്ട് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചില സമയങ്ങളിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ ആ സൂര്യൻ്റെ മുന്നിൽ കൂടി കടന്നു പോകും. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തട്ടിയിട്ട് ഭൂമിയിൽ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് മാത്രം അത് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് നോക്കുന്ന ആളുകൾക്ക് മാത്രം സൂര്യൻ മറഞ്ഞതായിട്ട് കാണപ്പെടും. അങ്ങനെ പൂർണ്ണമായിട്ട് മറയ്ക്കുന്ന ഒരു നിഴലിനെ നമ്മൾ അംബ്ര എന്നാണ് അറിയപ്പെടുക. UMBRA അംബ്ര എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇതൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണെന്നും സമ്പൂർണ്ണ സൂര്യഗ്രഹണം അവിടെയുള്ള ആ അക്ഷാംശത്തിൽ അല്ലെങ്കിൽ ഒരു കിലോമീറ്ററുകളോളമുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് പരിപൂർണമായിട്ടും അത് പൂർണ്ണ സൂര്യഗ്രഹണമോ അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണമോ അത് എഫക്റ്റ് ചെയ്യുമെന്ന് പറയും. അതുപോലെ തന്നെ ടോട്ടൽ എക്ലിപ്സ് എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. എന്നാൽ ഭാഗികമായിട്ട് മാത്രം മറ്റ് പെനുംബ്ര എന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അത് ഭാഗികമായിട്ടേ അത് ഭൂമിയിൽ തട്ടുന്നുള്ളൂ. അവിടെ നിൽക്കുന്നവർക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കില്ല, പക്ഷെ അവിടേക്കും കൂടി അതിൻ്റെ ബന്ധങ്ങളുണ്ടാവും. പെനുംബ്ര എന്നാണ് അത് അറിയപ്പെടുക, ആ നിഴലിൻ്റെ ഒരു ബന്ധം.
ഇതിനെ നമ്മൾ ഭാഗികമായിട്ടുള്ള ഒരു ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ സൂര്യഗ്രഹണം എന്ന് പറയും. പാർഷ്യൽ എക്ലിപ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. സൂര്യൻ്റെ ഗ്രഹണ സമയത്താണെങ്കിൽ അത് ആകാശം ശരിക്കും പറഞ്ഞാൽ ഇരുട്ട് പിടിക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടാവും. ആ സൂര്യഗ്രഹണം എത്തുമ്പോൾ ഒരുപക്ഷെ നക്ഷത്രങ്ങൾ പോലും ചിലപ്പോൾ ഉദിച്ച് വരാവുന്ന അവസ്ഥകളുണ്ടാവും. അതുപോലെ തന്നെ ഈ സൂര്യഗ്രഹണത്തിൻ്റെ ആ മൂർധന്യമായിട്ടുള്ള സമയത്ത് നിന്ന് വിട്ട ഒരു ബ്രൈറ്റ് റിങ് എന്നറിയപ്പെടുന്ന ഒരു കൊറോണ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതെല്ലാം ഇതിൻ്റെ ഒരു പ്രത്യേകതകളാണ്. പിന്നെ ഭൂമിയിൽ നിന്ന് ഉദ്ദേശം ഒരു 15 കോടി കിലോമീറ്റർ അകലെ കിടക്കുന്ന ഈ സൂര്യനെയും അതുപോലെ നമുക്ക് ഭൂമിക്ക് ചുറ്റും വളരെ അടുത്ത് പ്രദക്ഷിണം ചെയ്യുന്ന ചന്ദ്രനെയും ഒരേ വലിപ്പത്തിലാണ് നമ്മൾ കാണുന്നത് ഈ ഗ്രഹണ സമയത്ത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ആ ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ 400 ഇരട്ടി അകലെയാണ് സൂര്യൻ നിന്ന് വരുന്നത് കൊണ്ട് അത് എങ്ങനെ ഈ ഒരു അവസ്ഥ ഉണ്ടാവണം എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ നമുക്കറിയാം ഭൂമിയുടെ ഒരു പ്രത്യേക ഒരു പൊസിഷനാണ് അതിൻ്റെ ഒരു കാരണം. അതിനെക്കുറിച്ച് അപ്പുറത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സൂര്യഗ്രഹണം അധികവും കറുത്തവാവിലാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് രാഹുകേതുക്കളുടെയും കൂടി അടുത്ത് യോജിച്ച് വരുമ്പോൾ ആണ് ഗ്രഹണം ഉണ്ടാകുന്നത്. ഈ സൂര്യചന്ദ്രന്മാരുടെ ഈ വലിപ്പവും അകലവും, അതായത് സൈസ് ആൻഡ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഒരു ദീർഘവൃത്താകൃതിയിലൂടെയാണ് നമുക്ക് സൂര്യന് ചുറ്റും എല്ലാ ഗ്രഹങ്ങളും അത് ഭ്രമണം ചെയ്യുന്നത്. ഭൂമിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൂര്യന് ചുറ്റും ഈ ഒരു ദീർഘവൃത്താകൃതിയിൽ ഭ്രമണം ചെയ്യുമ്പോൾ ചില സമയത്ത് ഭൂമി സൂര്യൻ്റെ അടുത്തും അതുപോലെ തന്നെ അകലെയും വരാം. സൂര്യൻ്റെ ഈ ഒരു സഞ്ചാരപഥവും ചന്ദ്രൻ്റെ ഒരു സഞ്ചാരപഥവും തമ്മിലുള്ള ഒരു ചെരിവും കൂടിയിട്ട് ഈ ഗ്രഹണത്തിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ്. ഗ്രഹണത്തിനെ സംബന്ധിച്ച് അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ഒരു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരപഥങ്ങളുടെ ചെരിവുകൾ. ഇനി എല്ലാ കർത്തവാവിലും സൂര്യഗ്രഹണം സംഭവിക്കണമെന്നും ഇല്ല. കാരണം ഇത് കൃത്യമായിട്ടുള്ള ആ ഒരു പൊസിഷനിൽ വരുമ്പോൾ മാത്രമേ സംഭവിക്കുന്നുള്ളതുകൊണ്ട് പൗർണമി ഇപ്പോൾ ചന്ദ്രഗ്രഹണം തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാ പൗർണമിക്കും വരാവുന്നതാണ്. അപ്പോൾ ഒരു കൊല്ലത്തിൽ 12 പൗർണമികളുണ്ടെങ്കിലും അതിൽ ബാക്കി 11 എണ്ണത്തിലും അത് വരണമെന്നില്ല. അതിൻ്റെ കാരണം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇതിലൊരു ഉദാഹരണത്തോടു കൂടിയിട്ട് അതിനൊന്ന് യോജിപ്പിക്കുന്നുണ്ട്. വാസ്തവത്തിൽ സൂര്യനേക്കാൾ വളരെയധികം ചെറുതാണ് ചന്ദ്രൻ. അതുകൊണ്ട് എങ്ങനെയാണ് സൂര്യഗ്രഹണം വരുമ്പോൾ അത് ഈ സൂര്യന് ഗ്രഹണം വരുത്താൻ സാധിക്കുന്നത് എന്നുള്ളതിനൊരു സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഒരു തള്ളവിരലുകൊണ്ട് നമ്മുടെ കണ്ണിന് മുന്നിൽ പിടിച്ചിട്ട് ഒരു ദൂരെയുള്ള ഒരു പർവ്വതം നമുക്ക് എങ്ങനെ മറയ്ക്കാൻ പറ്റുന്നുവോ, അതല്ലെങ്കിൽ ആ വിരൽ കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും തോറും എങ്ങനെ അത് കൂടുതൽ മറയ്ക്കപ്പെടുന്നുവോ അതുപോലെയാണ് ഈ ചന്ദ്രൻ്റെ അതായത് ചന്ദ്രൻ്റെ ഏറ്റവും അടുത്തുള്ള സ്ഥിതി വന്നു കഴിഞ്ഞാൽ വളരെ ദീർഘമായിട്ടുള്ളൊരു ഗ്രഹണം ദർശിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ചന്ദ്രൻ കൂടുതൽ അകലെയാണ് എങ്കിൽ ആ ഗ്രഹണത്തിൻ്റെ ദൈർഘ്യം കുറയുകയും ചെയ്യാം. പിന്നെ മാത്രമല്ല ഗ്രഹണം പ്രാചീന കാലഘട്ടങ്ങളിലെല്ലാം ഈ വിശ്വാസങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതായിരുന്നു. 1868 ഓഗസ്റ്റിലാണ് ഒരു നോർമൻ ലോക്കിയർ എന്ന് പറയുന്ന ഒരു ജ്യോതിശാസ്ത്രജ്ഞനാണ് ഈ ഗ്രഹണം ആദ്യമായിട്ട് വീക്ഷിച്ചത്. പിന്നെ അത് മുൻകൂട്ടി ഗണിച്ചെടുക്കാൻ ഇന്ന് നമുക്കത് സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. ഇനി ഈ ചന്ദ്രഗ്രഹണത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ചിന്തിച്ചാൽ മേൽ പറഞ്ഞ പോലെ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപഥത്തിൽ ചില സമയങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയ്ക്ക് ഭൂമി വരികയും അതുപോലെ തന്നെ സൂര്യചന്ദ്രന്മാർ ഈ രാഹുകേതുക്കളോട് കൂടി വരികയും ചെയ്യുമ്പോൾ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രൻ പ്രവേശിക്കും. അപ്പോൾ ചന്ദ്രൻ ദൃശ്യമല്ലാതാവും. അങ്ങനെ അത് പൗർണമി അതിൽ മാത്രമേ അത് അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ ചന്ദ്രഗ്രഹണം വന്നു ചേരുള്ളൂ. എല്ലാ വെളുത്ത വാവിലും ചന്ദ്രഗ്രഹണം സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. അതിനൊക്കെയുള്ള കാരണം നേരത്തെ നമ്മൾ പറയണ്ടായി. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകമെമ്പാടുമുള്ള പ്രാചീന സംസ്കാരങ്ങൾ പടർന്ന് പന്തലിച്ചിട്ടുള്ള എല്ലാ സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഒക്കെ ഈ ജ്യോതിശാസ്ത്ര പഠനം നിലനിന്നിരുന്നു. നിരീക്ഷണങ്ങളും അതുപോലത്തെ ജ്യോതിശാസ്ത്ര ചരിത്രം എടുത്താൽ ഒരുപാട് രാജ്യങ്ങളുടെ സംഭാവനകളും നമുക്കുള്ളതായിട്ട് കഴിയാം. ഭാരതത്തിൻ്റെയും ഒരുപാട് സംഭാവനകളുണ്ട്. അതിൽ വളരെ പ്രാധാന്യം ഉള്ളതായിട്ടുള്ള ഒരു സംഭാവനകളിൽ ഉൾപ്പെട്ട തന്നെയാണ് ഈ ഗ്രഹണം മറ്റും സംബന്ധിച്ച വിഷയങ്ങൾ. ഇനി നമുക്ക് ഗ്രഹണത്തിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് സാധനങ്ങളുടേതായിട്ടുള്ള ആവശ്യമുണ്ട്. അതായത് ഇപ്പോൾ സൂര്യൻ്റേതായിട്ടുള്ള സഞ്ചാരപഥമായിട്ടുള്ള ക്രാന്തി വൃത്തത്തിനെ കുറിച്ചും ചന്ദ്രൻ്റെ സഞ്ചാരപഥമായിട്ടുള്ള അതുപോലെ തന്നെ വിക്ഷേപ വൃത്തം എന്ന് പറയുന്ന ആ വൃത്തത്തിനെ കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിനെ
ഒന്ന് നോട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്ലോബോ മറ്റോ നമുക്കതിനെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം അത് മനസ്സിലാക്കി എടുക്കേണ്ടി വരിക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ സൂര്യനെയും അതുപോലെ ചന്ദ്രനെയും നക്ഷത്രങ്ങളൊക്കെ നമ്മൾ ആകാശത്ത് കാണുന്നു. ഇങ്ങനെ ഈ സൂര്യചന്ദ്രാദികൾ നിലകൊള്ളുന്ന ഒരു ഗോളത്തെ നമ്മൾ ഖഗോളം എന്നാണ് നമ്മളതിനെ പറയുക. ഭൂമിയുടെ തിരിച്ചൽ കാരണം ഈ ഖഗോളം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് തിരിയുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ ഖഗോളത്തിൻ്റെ പകുതി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഈ ഖഗോളത്തിൽ കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ച് പടിഞ്ഞാറ് ചക്രവാളത്തിൽ നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു വൃത്തമുണ്ട്. അതിനാണ് നമ്മൾ ക്രാന്തി വൃത്തം എന്ന് പറയുന്നത്. അത് സൂര്യൻ്റേതായിട്ടുള്ള ഒരു സഞ്ചാര പദമാണ്. ഈ ക്രാന്തി വൃത്തത്തിൻ്റെ ഇരുവശത്തും 8 ഡിഗ്രി വീതം വീതിയിൽ ഒരു പട്ട സങ്കല്പിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും അതിൽ കൂടി മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. അതാണ് നമ്മൾ ഈ രാശിചക്രം അല്ലെങ്കിൽ സോഡിയാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ നോർത്തേനും അല്ലെങ്കിൽ അതുപോലെ തന്നെ 2 വശങ്ങളിലും, അതായത് ഈ നടുക്കുള്ള ഈ സെൻട്രൽ കോൺസ്ട്രക്ഷൻ എന്നാകൊണ്ട് അതിനെ പറയുക. ആ ഒരു അതെ, അപ്പോൾ അതിൽ കോൺസ്റ്റലേഷൻ എന്നാണ് അതിനെ പറയുക. അത് സെൻട്രൽ ഈ കോൺസ്റ്റലേഷനിൽ പെട്ടതാണ് നമ്മുടെ ഏറിസ്, ടോറസ്, അതുപോലെ തന്നെ ജെമിനി, ക്യാൻസർ, ലിയോ, വിർഗോ, ലിബ്ര, അതുപോലെ സ്കോർപ്പിയോ, സാജിറ്റോറസ്, കാപ്രിക്കോൺ, എക്വേറിയസ്, പീസസ് എന്ന് പറയുന്ന ഈ 12 രാശികൾ. ഇതിൽ കൂടെ മാത്രമേ ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നോർത്തേൺ ഈ കോൺസ്റ്റലേഷൻ, അത് കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ട്. 48 38 കൂടി മൊത്തം 88ഓളം കോൺസ്റ്റലേഷൻസ് നക്ഷത്ര സമൂഹങ്ങളുണ്ട്. അതിൽ സെൻട്രലിലുള്ളതായിട്ടുള്ള ഈ നമ്മുടെ രാശികളിൽ മാത്രമുള്ള വിഷയങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഭാഗം നമ്മൾ മാത്രം എടുക്കുന്നത്. അപ്പോൾ ഇത് രാശിചക്രം എന്നുള്ളൊരു പേരിൽ അറിയപ്പെടുന്നു. ഈ ഒരു സങ്കല്പത്തിലുള്ള ഒരു ഗണിതക്രിയ സമ്പ്രദായമാണ് നമ്മൾ ദൃക്സിദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ മധ്യ കേരളത്തിൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഒരു ലാറ്റിറ്റ്യൂഡ് ഒരു 10:30 നോർത്ത് ലാറ്റിറ്റ്യൂഡുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മളതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. നമുക്ക് തൃശ്ശൂർ ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നിട്ട് തെക്കോട്ട്, അതായത് നമ്മൾ തെക്കോട്ട് പോകും തോറും നമ്മുടെ ഈ ഉന്നതാംശം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. ഈ മിഡിൽ കേരളത്തിൽ 11 ഡിഗ്രി ആണെങ്കിൽ അത് 10:30 തൃശ്ശൂർക്ക് വരുമ്പോഴാവും. അവിടെ നിന്നോട്ട് ഇങ്ങനെ താഴേക്ക് ശൂന്യമായിട്ട് അത് കുറഞ്ഞു വരും. അങ്ങനെ കൂടുതൽ പോകും തോറും ഉന്നതാംശം ശൂന്യമായിട്ട് തീരും. ഈ ഭാഗത്ത് നിന്ന് കിഴക്കും പടിഞ്ഞാറുമുള്ള കേരളമായിട്ട് മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഈ ധ്രുവത്തിൻ്റെ ഉന്നതാംശം അത് ശൂന്യമായിരിക്കും. സുമാത്ര, അതുപോലെ തന്നെ ആഫ്രിക്കൻ മധ്യദേശങ്ങളിലെല്ലാം ഇതിൽപ്പെടും. ഇവിടങ്ങളിൽ എന്നും രാത്രിയും പകലും തുല്യമായിരിക്കും. ഈ പ്രദേശത്തിന് ഭാരതീയർ നിരക്ഷം എന്നുള്ളൊരു പേരിലാണത് വിളിക്കുന്നത്. അതായത് ഭൂമധ്യരേഖ എന്ന് നമ്മളതിനെ അറിയപ്പെടുന്നു. ഈ നിരക്ഷത്തിൽ നിന്ന് പിന്നെയും കുറേ തെക്കോട്ട് പോകുമ്പോൾ 6 മാസം രാത്രിയും 6 മാസവും പകലുള്ള ഒരു ദക്ഷിണ ധ്രുവത്തിൽ നമ്മൾ എത്തിച്ചേരും. ഈ നിരക്ഷത്തിൽ തന്നെ വടക്കോട്ട് പോകുന്തോറും മുമ്പത്തെ പോലെ തന്നെ 6 മാസവും പകലും 6 മാസവും രാത്രിയുള്ള മേരു എന്ന് പറയുന്ന ഉത്തരധ്രുവത്തിൽ എത്തിച്ചേരും. അപ്പോൾ ഈ മേരുവിൽ പകലാണെങ്കിൽ ഈ ബടവാമുഖം എന്നറിയപ്പെടുന്ന ഈ ദക്ഷിണ ധ്രുവത്തിൽ രാത്രിയായിരിക്കും. അത് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഇരിക്കും. ഈ നിരക്ഷം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ശൂന്യമായിട്ടുള്ള ഉന്നതാംശം ശൂന്യമായിട്ടുള്ള ആ പ്രദേശത്തിന്, നിരക്ഷത്തിന്, ഭൂമധ്യരേഖനെ എല്ലാ വശത്തേക്കും അങ്ങോട്ട് നീട്ടിയാൽ അത് ഖഗോളത്തിനെ ഛേദിക്കുന്നത് പോലെയുള്ള ഒരു മഹാവൃത്തമായിട്ട് തീരും. അത് ഘടികാമണ്ഡലം എന്നാണ് അത് അറിയപ്പെടുക. ഈ ക്രാന്തി വൃത്തം സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു വൃത്തം, ആ ഒരു ക്രാന്തി വൃത്തം ഈ ഘടികാമണ്ഡലത്തിനോട് കൂടിയിട്ട് 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്കറിയാം അത് നമ്മുടെ ഒരു വാച്ചുതണ്ടിൻ്റെ ചെരുവായിട്ട് നമ്മൾ കണക്കൂട്ടണം. ഇനി ചന്ദ്രൻ്റെ ഒരു സഞ്ചാരപഥവും ഇതുപോലെ തന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ടുള്ള ഒരു പദമുണ്ട്. അത് ഖഗോളത്തിലെ ഒരു മഹാവൃത്തമായിട്ട് അതിനെയും കണക്കാക്കാം. ഈ സഞ്ചാര പദത്തിനെയാണ് നമ്മൾ വിക്ഷേപവൃത്തം എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഈ ക്രാന്തി വൃത്തവും അതുപോലെ തന്നെ ഈ വിക്ഷേപ വൃത്തവും തമ്മിലുള്ള ചെരിവ് 5 ഡിഗ്രിയും 8 മിനിറ്റുമാണ്. അപ്പോൾ ഈ ക്രാന്തി വൃത്തത്തിൽ കൂടിയിട്ട് സൂര്യൻ ദിവസേന 1 ഡിഗ്രി വീതമാണ് സഞ്ചരിക്കുന്നത്.
അതുപോലെ വിക്ഷേപ വൃത്തത്തിലൂടെ ഈ ചന്ദ്രൻ ദിവസേന 13 ഡിഗ്രി വീതം സ്പീഡിൽ സഞ്ചരിക്കുന്നുണ്ട്. അതായത് ഈ ചന്ദ്രൻ സൂര്യനേക്കാൾ ദിവസം 12 ഡിഗ്രി വീതം കൂടുതൽ സഞ്ചരിക്കുന്ന പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ തിഥി എന്ന് പറയുന്നത്. അതായത് സൂര്യചന്ദ്രന്മാർ തമ്മിൽ ഈ 12 ഡിഗ്രി അകലാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയത്തിനെയാണ് നമ്മൾ തിഥി ഗണിച്ച്, തിഥി നമ്മുടെ നക്ഷത്രങ്ങളുടെ കൂടെ തിഥിക്കും പേരുകളിട്ട് നമ്മൾ യോജിപ്പിക്കുന്നത്. ഓക്കെ. പിന്നെ ഈ ചന്ദ്രൻ ഈ വിക്ഷേപ വൃത്തത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് തെക്ക് നിന്ന് വടക്കോട്ട് ക്രാന്തി വൃത്തത്തിനെ, അതായത് സൂര്യൻ്റെ സഞ്ചാരപഥത്തിനെ മുറിച്ച് കടക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അതിനെയാണ് നമ്മൾ ഭാരതീയരുടെ ഒരു പൂർവ്വപാദൻ എന്ന ഒരു പേരിൽ അറിയപ്പെടുന്ന, നമ്മളതിനെ രാഹു എന്നുള്ള പേരിൽ അത് അറിയപ്പെടുന്നു. പൂർവ്വപാദൻ എന്നാണ് അതിനെ പറയുക. ഇവിടെ നിന്ന് നേരെ എതിർഭാഗത്തുള്ള ഇതുപോലെ തന്നെ ചന്ദ്രൻ ക്രാന്തി വൃത്തത്തിനെ വടക്ക് നിന്ന് തെക്കോട്ട് മുറിച്ച് കടക്കുന്ന ഒരു സ്ഥാനം കൂടിയും വരുമല്ലോ. അപ്പോൾ അതിനെ അപരപാദൻ എന്നുള്ള ഒരു കേതു എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ സൂര്യചന്ദ്രന്മാർ ഒരു സ്ഥാനത്ത് വരുമ്പോഴാണ്, ഈ ഒരു പ്രത്യേക ഒരു സ്ഥാനത്ത് വരുമ്പോൾ മാത്രമേ നമുക്ക് ഗ്രഹണം സംഭവിക്കുന്നുള്ളൂ. അതായത് വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഒന്നും കൂടി ഒരു സൂക്ഷ്മമായിട്ട് പറയുകയാണെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഈ സൂര്യചന്ദ്രന്മാരുടെ ഈ ആകർഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭൂമിയുടെ അച്ചുതണ്ട് ഈ ക്രാന്തിക വൃത്തത്തിൻ്റെ ധ്രുവങ്ങളെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. മനസ്സിലാക്കണം. ഈ ഒരു സഞ്ചാരത്തിൻ്റെ ഫലമായിട്ട് ഭൂമിയുടെ കേന്ദ്രം, അതായത് ഭൂകേന്ദ്രവും അതുപോലെ ക്രാന്തിവൃത്തത്തിൻ്റെ ധ്രുവവും തമ്മിൽ യോജിപ്പിക്കുന്നതായിട്ടുള്ള ഒരു രേഖ, അത് അക്ഷമായിട്ട് വരും വിധം ഭൂമിയുടെ അച്ചുതണ്ട് ഒരു ലംബവൃത്തീയ കോണുണ്ടാക്കിക്കൊണ്ട് കറങ്ങുകയാണ്. ഭൂമിയുടെ ഒരു അച്ചുതണ്ടിന് ഇത്തരം ഒരു കറക്കം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 26,000 കൊല്ലം വേണ്ടി വരും. ഈ ഒരു ചലനത്തിൻ്റെ ഫലമായിട്ടാണ് ഘടികാമണ്ഡലം ഈ ക്രാന്തിവൃത്തത്തിന് മേലെ പിന്നോട്ട് സഞ്ചരിക്കപ്പെടുകയാണ്. എന്നാൽ ഇവ തമ്മിലുള്ള ചെരിവിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. അതായത് നമ്മുടെ ഈ ക്രാന്തിവൃത്തത്തിലെ നേരെ എതിർബിന്ദുക്കളായിട്ടുള്ള മേഷാദിയും തുലാദിയാണല്ലോ നമുക്കറിയാം. അത് ഈ രണ്ടും ഈ ക്രാന്തിവൃത്തത്തിന് മേലെ പിന്നോക്കം സഞ്ചരിക്കുന്നു എന്നർത്ഥം. 50.26 സെക്കൻഡാണ് ഉദ്ദേശം ഒരു വർഷത്തിനുള്ളിൽ പിന്നോട്ടുള്ള നീക്കം. ഈ ചലനമാണ് നമ്മൾ വിഷുവങ്ങളുടെ പുരസരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മേഷാദീനെ ഇന്നിപ്പോൾ മീനത്തിലേക്ക് എത്തിക്കാനുള്ളൊരു കാരണം ഇതുകൊണ്ടാണ്. അത് ഒരുപാട് 26,000 വർഷങ്ങളെ കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഭാരതീയർ ഈ മേഷാദിയിൽ നിന്നാണ് പൊതുവെ ഗ്രഹസ്ഫുടങ്ങളൊക്കെ ഗണിക്കുന്നത്. കാരണം ഈ നിരയന സ്ഫുടങ്ങൾ എന്ന് നമ്മളതിനെ പറയും. മേഷാദിയിൽ നിന്ന് ഗ്രഹത്തിലേക്ക് ഈ ക്രാന്തിക വൃത്തത്തിൽ കൂടിയുള്ള ദൂരത്തിനെയാണ് നമ്മൾ ഈ ഗ്രഹസ്ഫുടം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ സൂര്യചൻ ഇപ്പോൾ പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഈ മുമ്പ് പറഞ്ഞത് നമ്മൾ ഒന്ന് മ്യൂട്ട് ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിച്ചാൽ അത് മനസ്സിലാക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ. വ്യക്തമായിട്ട് ശരിക്കും രാഹുകേതുക്കൾ എന്താണെന്നുള്ളത് ഇതിൽ ശരിക്കും ചെറിയ രീതിയിൽ ഞാനത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ഇതിനെ കൂടുതൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് രാഹുകേതുക്കളുടെ ആ ഒരു ക്രമം ഉണ്ടായിത്തീരുന്നതും അവർ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരപഥത്തിൽ എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതും അവരൊരു പ്രത്യേക ആവൃത്തിയിൽ വരുന്ന സമയത്ത് ഗ്രഹണം ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഇതുപോലെ തന്നെ സൂര്യഗ്രഹണം പോലെ തന്നെ ബുധന് സംതരണം എന്ന് പറഞ്ഞിട്ട് അത് അറിയപ്പെടുന്നുണ്ട്. ശുക്രന് സംതരണം എന്ന് പറഞ്ഞിട്ട് അതും വരുന്നുണ്ട്. ഇപ്പോൾ ബുധൻ്റെ ചലനം ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുകയും പഠനം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനാണ് എഡ്മണ്ട് ഹാലി എന്ന് പറയുന്നത്. നമുക്ക് നെറ്റിലൊക്കെ അടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതിൽ ഈ സൂര്യനും ഭൂമിക്കും ഇടയിൽ വളരെ അടുത്ത സ്ഥാനത്ത് ബുധൻ വരുമ്പോൾ ഇതുപോലെ തന്നെ ബുധൻ്റെ ഇരുണ്ട ഭാഗം നമ്മൾ അഭിമുഖീകരിക്കുകയും ചെയ്യും. അതുപോലെ ബുധനെ സൂര്യബിംബത്തിൽ ഒരു കടുക് മറുക് പോലെ, ചെറിയൊരു കടുക് മണി പോലെ അത്രയ്ക്ക് ചെറിയ രീതിയിൽ നമുക്കൊരു കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ബുധസംതരണം എന്നുള്ള പേരിൽ അത് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ശുക്ര സംതരണങ്ങളും ഉണ്ട്. പിന്നെ ഈ വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ നമുക്ക് വ്യാഴത്തിന് അറിയാം 10-16 ഉപഗ്രഹങ്ങളുണ്ട് എന്നറിയാം. അതിൽ ഏറ്റവും പ്രകാശമുള്ള 5 ഉപഗ്രഹങ്ങളിൽ ഒന്നായിട്ടുള്ള IO എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സാറ്റലൈറ്റിൻ്റെ അതിൻ്റെ ഭ്രമണ കാലത്തിനും ഇതുപോലെ തന്നെ ഒരു ഗ്രഹണങ്ങളായാലും നടക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. അറിയില്ല. ഇനി ഇതുപോലെ തന്നെ ഗ്രഹണം മനുഷ്യരാശിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വിശകലനങ്ങൾ, ഗ്രഹണങ്ങളുടെ പ്രായശ്ചിത്തങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്കിതിൽ ഇതിനോടുകൂടി തന്നെ ഒപ്പം ചിന്തിക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയണു. നമുക്ക് ഈ അസ്ട്രോണമിക്കലി ഈ വിഷയങ്ങളെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ
നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള പ്രമാണങ്ങളും കൂടി യോജിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ സാധിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതായത് നമുക്ക് ആസ്ട്രോണമിക്കലി മൂവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ നമ്മൾ പഠിക്കുന്ന കുറേ ശ്ലോകങ്ങളുടെ പൊതുവായിട്ടുള്ള അർത്ഥം നിന്ന് വിട്ടിട്ട് അതിൻ്റെ ഒരു യാഥാർത്ഥ്യങ്ങളെ കുറിച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കൂടുതൽ സാധിക്കുള്ളൂ. അങ്ങനെ സാധിക്കുമ്പോൾ ഇനി വരും തലമുറകൾക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഒരു ജനങ്ങളെ അവരുടെ ചോദ്യങ്ങളെ തെളിവ് സഹിതം ധൈര്യപൂർവ്വം നമുക്ക് അഭിമുഖീകരിക്കാനുള്ള ഒരു അവസ്ഥ വരും. മനസ്സിലായല്ലോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു റിസർച്ച് കാര്യങ്ങളും മറ്റും ഇതിനോട് കൂടെ യോജിപ്പിച്ച് ഈ ജ്യോതിഷത്തിനെ അല്ലെങ്കിൽ പഠനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ശരിക്കൊരു ആവശ്യകതയുണ്ട്. ശരിക്കും ഇപ്പോൾ നമ്മളൊരു ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പരിശ്രമിക്കുന്നു, ചെന്ന് പഠിക്കാൻ പോകുമ്പോൾ ഈ ഒരു മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഡിസ്റ്റൻസ്, നേരത്തെ പറഞ്ഞിട്ടുള്ള ഗ്രഹങ്ങളുടെ യോഗങ്ങൾ. പക്ഷേ അവിടെ എത്തുന്ന സമയത്ത് വേറൊരു തരത്തിലാണ് നമ്മളത് കുറേ ശ്ലോകങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പോൾ ഒരു നിലയ്ക്കും എവിടെ വെച്ചിട്ടും അതിന് ഒരു വിശദീകരണങ്ങൾ കൊടുക്കാൻ നമുക്ക് ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള മാത്രം രീതിയിൽ കൂടെ പോയാൽ സാധിക്കില്ല. അപ്പോൾ അത് ഒരു ആസ്ട്രോണമിക്കലി കൂടി ബന്ധപ്പെടുത്തി കുറച്ച് റിസർച്ചും കാര്യങ്ങളിൽ കൂടെ യോജിപ്പിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ കൂടുതൽ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ സ്ഫുട നക്ഷത്രം കൊണ്ട് വരുന്നതായിട്ടുള്ള നക്ഷത്രങ്ങളോ അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളിലൊക്കെ ഗ്രഹണം വരികയാണെങ്കിൽ അതിന് പാമ്പും മുട്ടയും പുറ്റുമൊക്കെ ഒഴിഞ്ഞ് കൊണ്ട് സമർപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഗ്രഹണം കഴിഞ്ഞതിന് ശേഷം പശുദാനം അതിൽ പറയുന്നുണ്ട്, ശാന്തി ഹോമങ്ങൾ, ജപം, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ മോക്ഷ സമയം കഴിഞ്ഞതിന് ശേഷം അത് ചെയ്യാവൂ എന്നുള്ളതും കൂടി ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ മോക്ഷത്തിന് ഒരുപാട് ഗ്രഹണത്തിന് സ്പർശം, നിമീലനം, മധ്യകാലം, ഉന്മീലനം, മോക്ഷം അഥവാ മോചനം, അങ്ങനെ 5 അവസ്ഥകളുണ്ട് എന്ന് പറയണു. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇതിനോടുകൂടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഈ എല്ലാ വസ്തുക്കൾക്കും പരസ്പരം ആകർഷണം ഉണ്ടെന്നും അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളിലും ഒരു കാന്തക്ഷേത്രമുണ്ട്. അപ്പോൾ ആ കാന്തക്ഷേത്രത്തിലേക്ക് ഒരു ചാർജ് വന്നാൽ അതൊരു ബലമായിട്ട് അനുഭവപ്പെടാം. ഭൂമിയുടെ മൊത്തം ദ്രവ്യമാനം അതിൻ്റെ ഒരു കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ജനിക്കുന്ന ഒരു വ്യക്തിയിലേക്കും അത് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ നേരിട്ടല്ലെങ്കിലും ഈ ഗ്രഹണങ്ങളൊക്കെ പ്രകൃതിയെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ആ പ്രകൃതിയിലുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളുടെ എഫക്ഷനും മറ്റും നമുക്കും അതിൽ വരുന്നു എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഈ ഗ്രഹണങ്ങളൊക്കെ ഈ നക്ഷത്രം എന്നുള്ള നിലയ്ക്ക് നമ്മളിലേക്കും കുറച്ച് സ്വാധീനങ്ങളൊക്കെ ചെയ്യാം. അത് അങ്ങനെ ചിന്തിക്കുമ്പോഴും ഒരുപാട് രാജ്യങ്ങളിൽ ഈ ഗ്രഹണം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ചെറിയ വിധത്തിൽ ആ കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം.